Hi, and welcome to this exciting episode of Kappa Prime Time. Well, in today's episode of Kappa Prime Time, we have a set of guests who will be there to entertain us. Well, our very first guest is from Team Mimo. Well, Team Mimo is an amazing short film which you all have to watch, and we have the members from them are joining us. Are the actor and the writer Rishi. We have the editor Aravind and also the cinematographer Renju. Joining with them is another beautiful singer as well as an online RJ. She is Anju Ganesh. And also joining us is Surya Naufal. He's an artist as well as an art director. Welcoming all of you to Kappa Prime Time. Moving on to my very first guest, they are the team members from Team Mimo. Well, Mimo is an amazing short film. Well, in welcoming all the three members who have joined us, the cinematographer, the editor, and also the actor and writer. Hi Renju, hi Arvind, and hi Rishi. Welcome to Kappa Prime Time. Oh, thank you. First of all, let me just congratulate you all for the wonderful work that you have done. A very small story, അല്ലെങ്കിൽ ഒരു small message conveyed very beautifully. അത് credits നിങ്ങളുടെ whole team members-നാണ്. So let me just get to know more about your work. ആദ്യം തന്നെ നമുക്ക് പോവാം. ഇതിന്റെ ആക്ടറും ഇതിന്റെ എഴുത്തുകാരനുമായ ഋഷിയിലേക്ക് തന്നെയാണ്. ഹായ് ഋഷി. ഋഷിക്ക് ഒരു എന്താ പറഞ്ഞ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ബിക്കോസ് യു കംപ്ലീറ്റഡ് യുവർ ലോ ആണ് കഴിഞ്ഞു നുവൽസിൽ കഴിഞ്ഞു അതിനുശേഷം ആക്ടിങ്ങും പിന്നെ ഡയറക്ടിങ്ങും റൈറ്റിങ്ങും ഈ ഒരു മേഖലയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഐഡിയ എങ്ങനെയാ വന്നത് ഈ മീമു എന്ന് പറയുന്ന ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഞങ്ങളിത് കുറെ നാൾ മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഞങ്ങളിത് ചെറിയൊരു രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സ്ക്രിപ്റ്റ് ആണ്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ വർക്ക്സ് ആയിട്ട് ഇതിങ്ങനെ ബാലൻസ് ആയി നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഈ ഒരു കോവിഡ് ടൈം ആയപ്പോ ലൈക്ക് ഞങ്ങളുടെ എല്ലാ പ്രോജക്ട്സും ഡിലേ ആയി. സോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രോജക്ട് ഞങ്ങളുടെ ലിമിറ്റേഷനുള്ളിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മുമ്പ് ചെയ്തു വെച്ചിരുന്ന ഒരു ലൈക്ക് ഒരു സ്ക്രിപ്റ്റ് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മീമിലോട്ട് വരുന്നത്. സോ ബേസിക്കലി ഇത് ഇൻസ്പയർഡ് ഫ്രം ഒരു ചെറിയ ലൈഫിൽ നടന്നൊരു ചെറിയ ഇവന്റിനെ നമ്മൾ കുറച്ച് റിലേറ്റ് ചെയ്ത് എടുത്ത് ചെയ്തൊരു. കമ്മിങ് ടു ദ എഡിറ്റിംഗ് പാർട്ട് അരവിന്ദിനോട് തന്നെ ചോദിക്കാം. അരവിന്ദ്, ദ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ദിസ് ഒരു ഭയങ്കര ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റ് പാറ്റേൺ ആണ് ഇതിൽ കാണുന്നത്. സോ വാട്ട്സ് ദ ഷോട്ട് ഒരു പ്രീ ഡിസൈൻഡ് ഷോട്ട് തന്നെ ആയിരുന്നു, അതായത് എഡിറ്റിംഗിന് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു, അങ്ങനെ ഓരോ കട്ട്സും ആ ലൈക്ക് സോ പെർഫെക്റ്റ്. സോ വാസ് ഇറ്റ് പ്ലാൻഡ് ബിഫോർ ഇറ്റ് സെൽഫ് ഇതാണ് എഡിറ്റ് കട്ട്സ്? ആക്ച്വലി നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ തന്നെ മീമു എന്ന് വെച്ചാൽ ആക്ച്വലി കംപ്ലീറ്റ്ലി ട്രീറ്റ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സ്പെഷ്യൽ മേക്കിംഗ് ആയിരിക്കുമെന്ന് വിഘ്നേഷും ഋഷിയുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കോവിഡിന്റെ കുഴപ്പമായതുകൊണ്ട് എനിക്ക് ഷൂട്ടിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോ അവരെനിക്ക് ഓരോ സെഗ്മെന്റ് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു, എങ്ങനെയാണ് അതിന്റെ ഓരോന്നും വരുന്നത്, ജോയിൻ ആവുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ തുടക്കം തൊട്ടേ പ്ലാൻ ചെയ്ത് പിന്നീട് എഡിറ്റബിൾ കൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. നമുക്ക് ഒരുമാതിരി ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നോണ്ട് എഡിറ്റബിൾ ഇച്ചിരി എളുപ്പമായിരുന്നു. അത് ഐ മീൻ ലൈക്ക് വാസ് ഇറ്റ് എ റിവേഴ്സ് പാറ്റേൺ? അതാണ് ഞാൻ അറിഞ്ഞിരുന്നത്. കാരണം അത് വാസ് പെർഫെക്ഷൻ. നിങ്ങൾ എന്തായാലും ഇപ്പം സോ മച്ച് ഇൻ ടു ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഒത്തിരി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വർക്ക് പോലെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. സോ വാസ് ഇസ് ഓൾ ദിസ് കെപ്റ്റ് ഇൻ മൈൻഡ്? ഒരു റിവേഴ്സ് വർക്കിംഗ് പാറ്റേൺ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? സി മാം, അത് തുടക്കം തൊട്ടേ നമ്മുടെ പ്ലാനിങ് ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഋഷി ആ സമയം തൊട്ടേ അപ്പോഴേ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ വേണം, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തന്നെ വേണം ഇതിന്. കാരണം ഒരു സിമ്പിൾ സ്റ്റോറിയാണ് സത്യം പറഞ്ഞത്, പക്ഷെ അത് എങ്ങനെ സ്പെഷ്യൽ ആക്കാം എന്നൊരു ചിന്തയിലൂടെയാണ് ഇങ്ങനത്തെ ഒരു എഡിറ്റ് പാറ്റേണും ഇങ്ങനത്തെ വിഷ്വൽസും അങ്ങനെ തീരുമാനിച്ചത്. സൂപ്പർ, ബട്ട് വേ ലോങ് ടു ഗോ. കാരണം ഇപ്പം LV പ്രസാദിൽ പഠിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. സോ ഹൗ മച്ച് ഹാസ് ദാറ്റ് ഹെൽപ്ഡ് യു ഈ ഒരു എഡിറ്റില്? തീർച്ചയായിട്ടും ഒരു ഫിലിം സ്കൂളിൽ പഠിക്കുന്നതിന്റെ ഒരു കുറെ അധികം ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലായാലും ടൂൾസ് യൂസ് ചെയ്യുന്നതായാലും അത് പോരാഞ്ഞ് ഇപ്പോ ഞങ്ങൾക്ക് ഇത് ഗൗതം സാറിലേക്ക് എത്തിയത് തന്നെ എന്റെ ഒരു മാം വഴിയാണ്. അപ്പൊ മാമിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ മാം ഗൗതം സാറിന് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗൗതം സാർ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഒൺട്രാഗയിലേക്ക് വരുന്നത്. സൂപ്പർ. നൗ കമ്മിങ് ടു രഞ്ജു. രഞ്ജു ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. രഞ്ജു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് ഏതാന്ന് അറിയോ? അതില് മറ്റേ വായ്ക്കുള്ളിലേക്ക് പോയൊരു ഷോട്ട് എടുക്കുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ ഒരു ചേതോ വികാരം? ആ ഒരു ഷോട്ട് എന്തായിരുന്നു?
അത് ഞങ്ങള് ആ അങ്ങനത്തെ ഒരു 3-4 ഷോട്ട് ഞങ്ങൾ ഗോപ്രോ ആണ് യൂസ് ചെയ്തിരുന്നത്. ഞാൻ ക്യാമറ അല്ല യൂസ് ചെയ്തത്, ഗോപ്രോ ആണ് യൂസ് ചെയ്തത്. അപ്പോ അത് സ്പെസിഫിക്കലി നമുക്ക് ആ മുള്ള് കുടുങ്ങുന്നത് കുറച്ചും കൂടെ എഫക്റ്റ് ആയി ആളുകളിൽ എത്തണമെങ്കിൽ സാധാ ഒരു പെർസ്പെക്റ്റീവ് അല്ലാതെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ വേണമെന്ന് തോന്നി. മനസ്സിലായി? അതായത് ആ മുള്ള് കറക്റ്റ് കേറുന്നു എന്നുള്ളൊരു എഫക്റ്റ് ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഗോപ്രോ യൂസ് ചെയ്തത്. ആ ഒരു എടുക്കുന്ന ഷോട്ടും പിന്നെ വായിക്കകത്തോട്ട് പോകുന്ന ഷോട്ടും ഒക്കെ ഞങ്ങൾ ആ ഗോപ്രോ യൂസ് ചെയ്ത്. ഗോപ്രോ യൂസ് ചെയ്യാനൊരു കാര്യം ലൈക്ക് ഡ്രീം ഓൺ റീൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരും ഒരുപാട് പേരുടെ ഡ്രീമാണ് അതല്ലേ? സോ ഈ ഒരു പ്രോജക്റ്റ്, അതായത് മീമു എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ഓൺലൈൻ ഇപ്പം റിലീസ് ആയപ്പോഴത്തേക്കും, സ്പെഷ്യലി വെൻ ഇറ്റ് വാസ് ഡൺ ബൈ ഗൗതം വാസുദേവ് മേനോൻ. സോ ഹൗ വാസ് ഇറ്റ്, യുനോ, ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ലൈക്ക് വാട്ട് ഹി സെഡ്, മാം റെഫർ ചെയ്തു എന്ന് പറഞ്ഞു, ബട്ട് ദെൻ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവില്ലേ ഇത് അത്രത്തോളം ഒരു നല്ലൊരു വർക്കാണ്? ഡിഡ് ഹി പേഴ്സണലി ഹാവ് എ ടോക്ക് വിത്ത് ഓൾ ഓഫ് യു? സോ ആക്ച്വലി നമ്മള് ഒൺഡ്രാഗയിലേക്ക് എത്തിയപ്പോ നമ്മള് ഗൗതം സാറിനെ കാണിച്ചിരുന്നു. അപ്പൊ സാർ അങ്ങനെ ഒരു സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളെ അറിയിച്ചു. സാറിന് വർക്ക് ഇഷ്ടപ്പെട്ടു, ഫിലിം ചെയ്തൊക്കെ രീതി ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളെ അറിയിച്ചു. അപ്പോ നമ്മളെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അക്കാര്യത്തില്. സാറിനെ പോലൊരാളുടെ നമുക്ക് ഇങ്ങനെ ഒരു റിവ്യൂ കിട്ടുക, അത് വളരെ വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കൊരു റീച്ച് കിട്ടിയ, ഒരു വൈഡ് ഓഡിയൻസ് കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ സാറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ സാർ ഇങ്ങനെ നമുക്ക് ഒൺഡ്രാഗിൽ റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് ആണോ എന്ന് സാറിന് ചോദിച്ചു. സാർ വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് സാർ ഞങ്ങളെ കണക്ട് ചെയ്ത് തന്നതും ഒൺഡ്രാഗിലെ ടീമായിട്ട് കണക്ട് ചെയ്ത് തന്നത്. ഓക്കെ, അടിപൊളി. നിങ്ങളുടെ ടീം ബിലീവ് ചെയ്യുന്നത്, ലൈക്ക് ഐ റെഡ് ഇറ്റ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ? സോ ഈ ഒരു ഡ്രീം ഓൺ റീൽ ഫോം ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് എക്സാക്ട്ലി ഇൻ യുവർ മൈൻഡ്? ബിക്കോസ് നിങ്ങൾക്ക് അത്രത്തോളം സിനിമയിലേക്ക് പാഷനറ്റ് ആണെങ്കിൽ, വൈ എഞ്ചിനീയറിംഗ്, വൈ ലോ, അതെന്തായിരുന്നു? ഓക്കെ മാം, ഞങ്ങൾ ലൈക് ഡ്രീം ഓൺ ഡ്രീം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്കൂൾ തൊട്ടുള്ള ടീമായിരുന്നു. ലൈക് കുറെ സിനിമ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഒരുമിച്ച് വന്നൊരു ജസ്റ്റ് ഒരു ടീമായിരുന്നു. സോ ഇനിഷ്യലി ലൈക് എവരിബഡി എല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. ബട്ട് സിനിമയിൽ തന്നെ ഇപ്പൊ അരവിന്ദാണ് എഡിറ്റിംഗ് ഇഷ്ടമായിരുന്നു, മൈ ജൂനിയർ, എനിക്ക് ആക്ടിങ്. സോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. സോ ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞ് ലൈക് വി വെന്റ് ഫോർ ഡിഗ്രി. ലൈക് ഞങ്ങൾക്ക് ഒരു പ്രോപ്പർലി സിനിമ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പ്രോപ്പർ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെല്ലണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഞാനിപ്പോ മാം ഒരു ഡിഗ്രി വേണം, ബട്ട് ഈവൻ ഐ സെലക്ടഡ് ലോ എന്ന് വെച്ചാൽ ലൈക്ക് ഒരു റിയൽ ലൈഫ് ആക്ടിങ് നമുക്ക് കോഴ്സിൽ കാണാൻ പറ്റും. സോ ദാറ്റ് വാസ് മൈ പെർസ്പെക്ടീവ് ഓഫ് സെലക്ടിങ് ലോ. അപ്പം ഞങ്ങൾ വി വെയർ ഇൻ ടച്ച് വിത്ത് ദിസ്, ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾക്ക് എവിടെ ചോദിക്കണം, ഞങ്ങൾക്ക് ആർക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സോ എങ്ങനെ ചോദിക്കണം ഒരു പിടിയില്ലായിരുന്നു. സോ അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഞങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത. ഞാൻ എഴുതി, എനിക്ക് അഭിനയിക്കുക, അരവിന്ദ് ഉണ്ട്, അസോസിയേറ്റ് ആയിട്ട് അരവിന്ദ് ഉണ്ടായിരുന്നു, ഒരു രഞ്ജു, അങ്ങനെ നന്ദു ചേട്ടൻ, അങ്ങനെ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും കൂടി ഒരു 10 പേര്, ഈ 4 പേര് തുടങ്ങി ഒരു 10 പേരായി അങ്ങനെ ജോയിൻ ചെയ്ത ആദ്യത്തെ വർക്കാണ് ചിരി. സോ അപ്പൊ അത് കഴിഞ്ഞ് കോളേജ് കോഴ്സ് കഴിയാറായപ്പോൾ ഞങ്ങൾ എൻജോയ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പ്രോജക്റ്റും കൂടെ ചെയ്തു. സോ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് യു നീഡ് ടു സ്റ്റഡി ടെക്നിക്കലി. സോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കോളേജ് ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പഠിക്കാൻ പോകണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഈ 6 പേരും ചെന്നൈയിൽ, ഒരാൾ VFX, ഒരാൾ എഡിറ്റിംഗ്, ഒരാൾ സിനിമാറ്റോഗ്രഫി, ഞാൻ ആക്ടിങ്, അങ്ങനെ പോയത്. അപ്പൊ ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡന്റ് മൂവി ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോഴാണ് ഈ കൊറോണ വരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ മീമുൽ എത്തിയത്. ലിമിറ്റേഷൻ ഇടയിൽ ചെയ്തത്. താങ്ക് യു. ഋഷി, എനിക്ക് ഈ മീമു എന്ന് പറയുന്ന ഇതില് എപ്പോഴും ഒരു ഇറ്റ്സ് സംതിങ് വിച്ച് ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ഫിഷ് ഒരു മെയിൻ സബ്ജക്റ്റ് ആണ് ഇതില്. സോ യു ആർ ട്രാവലിംഗ് വിത്ത് എ ഫിഷ്. ആദ്യം കാണുകയാണെങ്കിൽ തന്നെ ഒരു ഫിഷർമാൻ ഒരു ചൂണ്ടയിടുന്നു, അതിലൊരു ഫിഷ് ഉണ്ട്, പിന്നെ ഒരു ഫിഷ് ഉണ്ട്, പിന്നെ ദ റീസൺ ഫോർ സംതിങ് എൽസ് ഇസ് ഓൾസോ ഫിഷ്. സോ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിഷ് ഇൻ ദാറ്റ്? മാം, ആക്ച്വലി ഞാൻ ഈ സ്റ്റോറി ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞത് എനിക്കൊരു എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു ബിബ്ലിക്കൽ സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു പ്രോഫറ്റിനെ ഫിഷ് വില്ലെങ്കിൽ 3 ദിവസം ഉള്ളിൽ കിടന്ന് അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നം ശ്രദ്ധിച്ചിടുന്ന പോലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. സോ അതിനെയും ഞങ്ങളുടെ റിയൽ ലൈഫിൽ ഒരു മുള്ളു കുടുങ്ങിയ ഇൻസിഡന്റുമായി റിലേറ്റ് ചെയ്താണ് ഞങ്ങൾ മാം. സോ അപ്പോ എപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒരു വേറൊരു ലിവിങ് ബീങ് ഉള്ളപ്പോ കുറച്ചും കൂടി ഈസി ആകും എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ അപ്പൊ ഞങ്ങൾ അതിനെ ഫിഷിനെ ഒരു ക്യാരക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തത്. മാം ആദ്യം തന്നെ ഒരു കോട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസേഴ്സ് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ അതിന് ഫെയ്റ്റ് എന്ന് വിശ്വസിക്കും. അപ്പൊ ഈ ഒരു സംഭവത്തെയും ഇപ്പൊ ഒരു ഫിഷിന്റെ ലൈഫിലാണെങ്കിൽ തന്നെ അത് ആഹാരം എടുക്കാൻ വേണ്ടിയാണ് ആ ഇപ്പൊ സീനിൽ വരുന്നത്. അതിന്റെ ഒരു ആഗ്രഹം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അവിടെ സ്റ്റക്ക് ആവുകയാണ്. അതേപോലെ ഈ ഒരു ക്യാരക്ടറിനും അയാളുടെ ലൈഫിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അയാൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. അയാൾക്ക് എന്തുകൊണ്ട് ആ ഒരു എബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ശബ്ദമില്ല. അപ്പോൾ അയാളത് ഫൈനലി അയാളുടെ ഫേസ് ആണെന്ന് വിശ്വസിച്ച് മൂവിയാണ്. പക്ഷെ എങ്കിൽ പോലും അയാളുടെ ആഗ്രഹിക്കാനുള്ള കഴിവ് ഇല്ലാതെ ആവുന്നില്ലല്ലോ. അപ്പം അതാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഒരു ഫിലിം ആസ്പിറന്റ് ആണ്, എല്ലാവർക്കും ഓരോരോ രീതിയിലുണ്ട്. സോ മെയിൻ ഫിലിം ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ അതിന്റെ വർക്ക് എന്താണ്? ബിക്കോസ് ഓൾറെഡി യു ഹവ് ഡൺ ഫ്യൂ അതർ പ്രോജക്ട്സ്, തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നെഞ്ചേഴ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ബ്രീഫ് us about your other projects. മാം, ഞങ്ങൾ ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിം ചിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു 3 years ബിഫോർ. പിന്നെ ഒരു നെഞ്ചേഴ്ന്ന മ്യൂസിക് വീഡിയോ ഒരു 30% കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കുറച്ചൊരു ഈ കൊറോണ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് മൂവിയുടെ പ്ലാനിങ്ങിലായിരുന്നു. ഇത് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ അപ്പൊ ഞങ്ങൾ ഈ ഡ്രീം ഓൺ ഡ്രീം ടീം പറഞ്ഞില്ല മാം, അതൊരു 4 പേര് തുടങ്ങി ഇപ്പൊ ഒരു 32 പേര് അടുപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എഡിറ്റിംഗ്, ഗ്രേഡിങ് ചെയ്യുന്നവർ, സിനിമോട്ടോഗ്രഫിയിൽ വർക്ക് ചെയ്യുന്നവർ. സോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു പൊട്ടൻഷ്യലി എല്ലാവരും അവരുടെ വർക്ക് ക്രിയേറ്റ് ചെയ്യുക, വർക്ക് ഇട്ട് നമ്മളൊരു ഒരുമിച്ചൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്ട് ഇറക്കുക എന്നുള്ള ഐഡിയയിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിലിം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതിൽ ഈക്വലി എല്ലാവരും അവരുടെ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ മോർ ദാൻ എല്ലാവരും അറിയുന്നവർ തന്നെയാണ്, എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. സോ അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളുമായിരുന്നു. അപ്പം അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് മൂവി പ്രോജക്ട്. ലോ ബഡ്ജറ്റ് ആണ് മാം, പക്ഷെ ഞങ്ങളുടെ വർക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. നൗ കമ്മിങ് ടു രഞ്ജു സിനിമാറ്റോഗ്രാഫർ, എത്രത്തോളം അപ്രീസിയേഷൻ ആണ് ഈ ഒരു വർക്കിന് കിട്ടിയിട്ടുണ്ട് ഫോർ ഓൾ ദ ഷോട്ട്സ് ദാറ്റ് യു ഹാവ് ടേക്കൺ? അതിപ്പോ പറയുകയാണെങ്കിൽ മാം, ഇതില് 0 ബഡ്ജറ്റ് ആയതുകൊണ്ട് സിനിമാറ്റോഗ്രഫിയിൽ എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി. കാരണം നമുക്ക് ലൈറ്റിങ്ങിന് ഒന്നും ഒരു ബഡ്ജറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ ഷോട്ട്സും ഇന്റീരിയർ അകത്ത് തന്നെ, വീടിന്റെ അകത്ത് തന്നെ ആയിരുന്നുകൊണ്ട് ലൈറ്റ് ഒരു മസ്റ്റ് ഫാക്ടർ ആയിരുന്നു. അപ്പോൾ ഞങ്ങള് ഹൗസ് ഹോൾഡ് ലൈറ്റ്സ് ആണ് ലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സാധാ ടങ്സ്റ്റൺ ബൾബ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അത് മെയിൻ കീ ലൈറ്റ് ഒരു 6 ടങ്സ്റ്റൺ ബൾബ് കാർഡ്ബോർഡിൽ പ്ലേസ് ചെയ്ത് വയർ ചെയ്തിട്ടാണ് ഞങ്ങൾ അതിന്റെ ഒരു കീ ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് അതിന്റെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് പോയിരിക്കുന്നത്. തുടക്കത്തെ പാർട്ട് കുറച്ചുകൂടെ ഡ്രീമി ഫാന്റസി ആയിട്ട് പോകുന്നതുകൊണ്ട് ഒരുപാട് കളേഴ്സ്, നമുക്ക് VFX അങ്ങനെ ഒരുപാട് വലിയ രീതിയിൽ നമുക്ക് ഡ്രീമിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ലൈറ്റിങ്ങിലൂടെ ആ ഒരു ഫാന്റസി കൊണ്ടുവരാനായിട്ട് പരമാവധി നോക്കിയിട്ടുണ്ട്. അതാണ് ഒരു ഡിഫറെന്റ് കളേഴ്സിൽ ആദ്യത്തെ ഒരു തുടക്കത്തെ ഭാഗം അങ്ങനെ അങ്ങ് പോകുന്നത്. അതിന് ഞങ്ങളുടെ ആർട്ട് ചെയ്ത ധനേഷ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ധനേഷിന്റെ ഒരു ഐഡിയ ആയിരുന്നു. ലൈറ്റ് ഉണ്ടാക്കുന്നതിലായാലും എല്ലാം സെറ്റ് ചെയ്യുന്നതിലായാലും എന്നെ ഒരുപാട് ധനേഷ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു 100% എല്ലാവരും അവരവരുടെ പാർട്ട് ഒരു 100% ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും അടിപൊളിയായി. അവന് വേറെ ഓപ്ഷൻ. എന്താണ് രഞ്ജു, അരവിന്ദ് ആൻഡ് ഋഷി, നിങ്ങളുടെ അടുത്ത ഇപ്പം എന്തായാലും സിനിമ ഇസ് ഓൺ ഹോൾഡ്, ബട്ട് സ്റ്റിൽ ഇസ് ദർ എനി അതർ പ്രോജക്ട്സ് ഹാപ്പനിങ്, എനി അതർ തോട്ട്സ് കമ്മിങ് ഇൻ യുവർ മൈൻഡ്? പുതിയതായിട്ട് അടുത്ത ഒരു ക്രിയേഷൻ ഉടനെ? ഇനി ഞങ്ങള് ഡയറക്റ്റ് ഞങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡന്റ് മൂവിയുടെ വർക്കിലോട്ട് കടക്കാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. പിന്നെ ഈ കോഴ്സ് ഇപ്പം നമുക്കിപ്പോ ഒരു പാതിക്ക് വെച്ച് നിൽക്കുകയാണ്, അത് കംപ്ലീറ്റ് ചെയ്യണം. അരവിന്ദേട്ടനായാലും LV പ്രസാദിലും ബാക്കിയുണ്ട് കോഴ്സ്, എനിക്കുണ്ട് ഒരു 5 months ബാക്കിയുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് പാർട്ടും ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആയി നിൽക്കുകയാണ്. അതും കൂടെ തീർത്ത് കോഴ്സ് തീരുമ്പോ തന്നെ മൂവിയിലോട്ട് കടക്കണം എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അടിപൊളി. സോ എന്തായാലും നിങ്ങളുടെ അരവിന്ദ്, എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സപ്പോർട്ടീവ് ആണോ ഈ ഒരു മേഖലയിലേക്ക് ചൂസ് ചെയ്തതില്? അത് ഉറപ്പായിട്ടും അല്ലായിരുന്നു, തുടക്കത്തിലല്ലായിരുന്നു. അത് കാരണം എനിക്കൊരു റോബോട്ടിക്സിന്റെ ഒരു കമ്പോക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു സമയത്ത്. അപ്പൊ അങ്ങനെ റോബോട്ടിക്സ് ആയിട്ടൊക്കെ ഒരു ജോബ് ഓഫർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഫിലിം മതി അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോ എല്ലാവർക്കും എതിർപ്പായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവർക്കും എതിർപ്പായിരുന്നു. പിന്നെ അവര് കൺവിൻസ്ഡ് ആയി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഞാൻ വേറൊരു ഓപ്ഷൻ എടുക്കില്ല എന്നൊരു രീതിയിൽ കൺവിൻസ്ഡ് ആയപ്പം അവര് തന്നെ സമ്മതിച്ചു. പിന്നീട് എന്നെ ഇപ്പം പഠിക്കാനായാലും എല്ലാത്തിലും സപ്പോർട്ടീവ് അവർ തന്നെയാണ്.
അടിപൊളി അടിപൊളി. എന്തായാലും നിങ്ങളുടെ മേക്കിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് അമേസിംഗ് തന്നെയായിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു ദ ഗസ്റ്റ് ഹു ഹാവ് കം ടുഡേ. അരവിന്ദ് ആയാലും രഞ്ജു ആയാലും ഋഷി ആയാലും ആൻഡ് ഓൾ ദ ടീം മെമ്പേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ actually setting an example for the youngsters out there. ഇങ്ങനെ within a low budget you can do a wonderful film as well. So ഇനിയും ഒരുപാട് നല്ല പ്രോജക്ട്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരട്ടെ. Keep dreaming and all the very best to all of you. Thank you. Thank you, ma'am. Thanks a lot.